ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് തലേന്ന് രാത്രി നമ്മൾ പിറ്റേന്ന് രാവിലേക്കുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് എളുപ്പത്തിൽ അടുക്കള ജോലി ആയാലും മറ്റ് ക്ലീനിങ് ജോലി ആയാലും ഒക്കെ ചെയ്തിട്ട് ജോലിക്ക് പോകേണ്ടവർക്ക് ജോലിക്ക് പോകാം. അല്ലാതെ ഇപ്പോൾ നനച്ചുള്ളിൻ്റെ ഒക്കെ സമയമാണല്ലോ, അങ്ങനെ എടുക്കേണ്ടവർക്കും അതൊക്കെ ചെയ്ത് എല്ലാതും സമയത്തിന് ചെയ്ത് തീർക്കാൻ പറ്റിയ കുറച്ച് എളുപ്പമാർഗ്ഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ മീനൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. കറി വെക്കാനുള്ളതും പൊരിക്കാനുള്ളതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക് വരുമ്പോൾ കുറച്ച് ചീര കൊണ്ടുവന്നിന് കേട്ടോ. നാടൻ ചീരയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചീര. ചുവപ്പായാലും പച്ച ആയാലും ഒക്കെ. കുറച്ച് മുമ്പ് ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് അതിൻ്റെ പറ്റിയുള്ള ആ ഒരു മൈൻഡൊന്നും ഇല്ല ഇപ്പോൾ. ആദ്യം ഇത് ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞു വെക്കുക കേട്ടോ. രാവിലെ നിങ്ങൾക്കറിയാലോ, രാവിലെ 8 മണിയാകുമ്പോൾ മോനക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് പോകണം. പിന്നെ എനിക്ക് ഷോപ്പിലേക്ക് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ചായിട്ട് നനച്ചുള്ളിപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അതുണ്ട്. ആദ്യമൊക്കെ 2-3 ദിവസം വെച്ചിട്ട് ഞാൻ മൊത്തത്തിൽ ഒന്നായിട്ട് എടുത്ത് തീർക്കുക ചെയ്യൽ നനച്ചുള്ളിപ്പണി. ഇപ്പം പക്ഷേ ഇങ്ങനെ ഷോപ്പിൽ പോകുന്നതിനെ കൊണ്ട് ഓരോ ദിവസം അതൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഓരോ ഭാഗങ്ങളാക്കിയിട്ട് എടുത്ത് തീർക്കുക ചെയ്യുന്നത്. അങ്ങനത്തെ പണിയുള്ള സമയത്തും അങ്ങനെ എന്താ പറയുക, നനച്ചുള്ളിപ്പണിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ജോലിക്ക് പോകണവർക്ക് വേണ്ടിയിട്ടാണെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്ക് എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റും. അധികം ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും. എന്നാലും എനിക്കറിയുന്ന പോലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇത് ചിലപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീരൊക്കെ ഞാനൊരു ബോക്സിലാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക ചെയ്ത്. പിന്നെ രാവിലെ മോരുകറി ഉണ്ടാക്കണം. മോനക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീൻകറി അങ്ങനെ ഓന് കോളേജിലേക്ക് കൊണ്ടുപോകലില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഇളവന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അതിൻ്റെ പകുതി ഇളവെടുത്തിട്ട് ആക്കും നന്നാക്കി ചെറുതാക്കി മുറിച്ച് വെച്ചാൽ പിറ്റേന്ന് രാവിലെ എളുപ്പത്തിൽ അത് കറി വെക്കാമല്ലോ. പക്ഷെ പച്ചമുളകൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ മുറിച്ച് വെക്കുന്നില്ല കേട്ടോ. അത് ഞാൻ കഴുകാതെയാണ് ബോക്സിലാക്കി വെക്കുന്നത്. രാവിലെ കഴുകി എടുത്താൽ മതിയല്ലോ. ഈ മുറിച്ച് വെച്ച മീനിൽ പകുതി ഇപ്പോൾ കറി വെക്കാനുള്ളതാണ്, പകുതി നാളേക്ക് പൊരിക്കാനുള്ളതാണ്. അത് കറി വെക്കുന്നതൊന്നും ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. സാധാരണ അയിലക്കറി മുളക് ഇടുന്നത് ഇപ്പോൾ വലിയ കാണിക്കാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണേ. രാവിലേക്ക് 2-3 കാര്യത്തിനായിട്ട് തേങ്ങ കുറച്ച് അധികം വേണം. അതിനായിട്ട് ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് അതൊക്കെ ഒന്ന് ചിരവിയിട്ട് ഒരു ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണല്ലോ. കുറേ പണി അങ്ങനെ തന്നെ കുറഞ്ഞു കിട്ടും നമുക്ക്. ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്ത് ചിരവി വെക്കുകയാണ് കേട്ടോ. 2-3 കാര്യത്തിന് വലിയ തേങ്ങ ആയതുകൊണ്ട് തന്നെ അത് മതിയാവും. അതൊക്കെ ചിരവി പിന്നെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അധികം സമയത്തും ഞാൻ ഈ തേങ്ങയൊക്കെ രാവിലത്തെ ആവശ്യത്തിന് അപ്പം തന്നെ ചിരവലാട്ടോ. അധികം അങ്ങനെയൊന്നും എന്ത് തിരക്കാണെങ്കിലും തലേന്നൊന്നും ഇതേപോലെ ഒന്നും റെഡിയാക്കി വെക്കലില്ല തേങ്ങ ഒന്നും. ഇപ്പം തീരെ സമയമില്ല. രാവിലെ എത്രയും പെട്ടെന്ന് പണികൾ തീർക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. ഷോപ്പിൽ പോകുന്നതിന് മുമ്പൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ടായിന്. ഞാൻ വെറുതെ ഇരിക്കുകയാണ് ചെയ്യൽ. ആ ഒരു സമയമൊക്കെ ഇപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പോൾ ഒന്നിനും സമയമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ് രാവിലെ. ചീര കൊണ്ടുവന്ന കൂട്ടത്തിൽ തന്നെ ഉള്ളിയും പച്ചമുളകും തക്കാളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിന്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ആക്കി തരംതിരിച്ച് വെക്കണം. അല്ലെങ്കിൽ രാവിലേക്ക് അതൊക്കെ ചെയ്യല്ലോ. ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഉള്ളി ഒന്നും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കലില്ല. അതൊരു ഉള്ളീൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിലേക്ക് വെക്കുക. പച്ചമുളക് ഞാൻ സാധാരണ ഞെട്ടിയൊക്കെ അയച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിലാക്കി വെക്കുക ചെയ്യൽ. ഇപ്പോൾ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് തക്കാളി എല്ലാം കൂടി ഒരുമിച്ചിടുകയാണ്. ഇപ്പോൾ വൈകുന്നേരം ഷോപ്പിൽ നിന്ന് വന്നാലും കുറേ അധികം പണികൾ ഉണ്ടാവുമല്ലോ. കുറച്ച് ബാക്കി വെച്ചിട്ടുള്ള വൈകുന്നേരത്തെ ക്ലീനിങ് ഉണ്ടാവും. അടിച്ചു വാരലൊക്കെ ഞാൻ വൈകുന്നേരം തന്നെ ചെയ്ത് വെക്കുക ചെയ്യുക. അല്ലെങ്കിൽ രാവിലെ സമയമില്ലാത്തടത്ത് അടിച്ചു വാരാനൊന്നും പോകാനും കഴിയില്ലല്ലോ. തലേന്നത്തെ ഫുള്ള് പരിപാടികളൊക്കെ ഞാൻ ഫ്രിഡ്ജിലാക്കി വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലത്തെ കാര്യങ്ങളാട്ടോ കാണിക്കുന്നത്. രാവിലെ എണീറ്റ പാടന്നെ ഞാൻ അടുപ്പിൽ തീ മൂട്ടിയിട്ട് ചോറിന് വെള്ളം വെക്കുക ചെയ്ത്. ചോറ് പിന്നെ ആ ഭാഗത്തുനിന്ന് വെന്തോളും. പിന്നെ അതിനെ പറ്റിയിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് കത്തിച്ച് കൊടുത്താൽ മതി. പിന്നെ ഗ്യാസുമ്മലാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഓട്ടട ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അതിനായിട്ട് ഞാൻ തലേന്ന് തന്നെ അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിന്. അത് കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
പിന്നെ അരിയിലേക്ക് ഞാൻ കുറച്ച് ചോറ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരയ്ക്കേണ്ട കേട്ടോ, ചെറിയൊരു തരി ഉണ്ടായിക്കോട്ടെ, അതാണ് ഓട്ടടക്ക് ടേസ്റ്റ് ഉണ്ടാകുക. അരിയൊക്കെ അരച്ച് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. രാവിലെ ഉണ്ടാക്കുന്ന പലഹാരത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഓട്ടട. ഇതാദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കിയിനി. ഇപ്പം പിന്നെ ചട്ടി പൊട്ടിയതിനെ കൊണ്ടാണ് ഇപ്പോൾ അധികം ഉണ്ടാക്കാത്തത്. ഇപ്പോൾ പെട്ടെന്നൊരാഗ്രഹം വന്നതാണ് എനിക്ക്. തലേന്ന് രാത്രി അതിനായിട്ട് അരിയ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചത്. പിന്നെ ഞാനൊരു 3-4 ചുവന്നുള്ളി ഇതിലേക്ക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യമൊക്കെ എൻ്റെ അമ്മ ഈ ഓട്ടട ഉണ്ടാക്കൽ അരി ഇടിച്ചിട്ടാട്ടോ, പുട്ടിൻ്റെ തരിപ്പയിൽ തരിച്ചതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മളാരും ഇടിക്കലൊന്നും ഇല്ലല്ലോ, അപ്പോൾ മിക്സിയിലിട്ട് അരച്ചിട്ട് ആ ഒരു രൂപത്തിലേക്ക് ആക്കി എടുക്കുക ചെയ്യുന്നത്. പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റ് ഈ അരി ഇടിച്ചിട്ടുള്ളതാട്ടോ. ഇനി ഞാൻ ഈ മാവിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത്, പിന്നെ നമ്മൾ രാത്രി ചിരവി വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, അതിൽ നിന്നും കുറച്ച് ഭാഗം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതൊന്ന് ഒരു 1/4 മണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് റെഡി ആവണമല്ലോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഒന്ന് കുറച്ച് സമയത്തൊന്ന് മാറ്റി വെക്കുന്നത്. അതവിടെ മാറ്റി വെച്ചപ്പോൾ പിന്നെ മോരുകറിക്കുള്ള ഈ ഇളവനൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇടുക കേട്ടോ. അതിലേക്ക് 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ചെറിയ മോനക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മോരുകറി. ഓന് എത്ര കൂട്ടുക അറിയത്, 3 സമയത്ത്, അതായത് ഉച്ചക്കും വൈകുന്നേരവും രാത്രിയും ഒക്കെ ഈ കറി കൂട്ടിയിട്ടാവും ഭക്ഷണം കഴിക്കുക. അത്രക്കും ഇഷ്ടമാണ്. ഞാൻ പിന്നെ ആ പച്ചമുളകിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കണം. ഒരുപാട് വെള്ളം വെക്കണ്ട കേട്ടോ, നമ്മൾ മോരൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് വെള്ളം പോലെ ആയിപ്പോവും. പിന്നെ കറി പാകത്തിനുള്ള കുറച്ച് വെള്ളം വെച്ചാൽ മതി. അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചായക്കുള്ള വെള്ളം വെക്കുക കേട്ടോ. പിക്കാക്ക് അടുക്കളയിലേക്ക് വന്നാൽ പിന്നെ ചായ പെട്ടെന്ന് വേണ്ടി വരും. പിന്നെ ചായൻ്റെ പരിപാടി കഴിഞ്ഞാൽ അത് തിളപ്പിച്ച് വെച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, കാക്ക വരുന്ന സമയത്ത് തന്നെ അത് കൊടുക്കാമല്ലോ. പിന്നെ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് മോരുകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കണം. അതിന് പാകത്തിനുള്ള തേങ്ങ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചിലവർ ഈ മോരുകറിയിലേക്ക് ചെറിയ ജീരകം ചേർക്കും കേട്ടോ. എനിക്കെന്തോ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചെറിയ ജീരകം അങ്ങനെ ചേർക്കില്ല. അല്ലാതെ തന്നെ ചെറിയ ജീരകമൊന്നും ചേർക്കാതെ തന്നെ തേങ്ങ അരച്ചിട്ട് മോരുകറിയിലേക്ക് ചേർക്കുക ചെയ്യുക. ചായയൊക്കെ റെഡിയായി. പിന്നെ തേങ്ങ അരച്ച് ആ കുക്കറിൽ, ഈ ഇളവൻ വേവിച്ച കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടായിന്, അത് ഞാനൊന്ന് വറ്റിച്ചെടുക്കുകയാണ് അടുപ്പത്ത് വെച്ചിട്ട്. ഒരുപാട് വെള്ളമായാൽ മോരുകറി വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അപ്പുറത്തുള്ള അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചീരൻ്റെ ഉപ്പേരി വെക്കാനായിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഇവിടെ തേങ്ങ ഈ മോരുകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഈ തേങ്ങൻ്റെ കൂടെ തന്നെയാണ് മോര് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ, വലിയ തിള വരണ്ട. വലിയ തിള വന്നാൽ നന്നായിട്ട് പിരിഞ്ഞു പോവും. തേങ്ങ ഒക്കെ കലക്കി ഒഴിക്കുമ്പോഴത്തേക്ക് തന്നെ അപ്പുറത്തുള്ള അടുപ്പിൽ കടുക് പൊട്ടിക്കുന്നു. അതിലേക്ക് ഞാൻ ചീര തലേന്ന് രാത്രി കഴുകി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുത്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു എളുപ്പമുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പേരിയൊക്കെ വെക്കാമല്ലോ അങ്ങനെ ആവുമ്പോൾ. മുമ്പൊക്കെ ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ഞാനിങ്ങനെ ഇതേപോലെ പ്രിപ്പ് ഒന്നും ചെയ്ത് വെക്കലില്ല കേട്ടോ. അത് ഇത്തിരി നേരത്തെ എണീറ്റിട്ട് അതൊക്കെ റെഡിയാക്കി എടുക്കുക എന്നല്ലാതെ. ഇപ്പം പക്ഷേ അതൊന്നും പറ്റില്ലല്ലോ. പെട്ടെന്ന് തന്നെ മോന് 8 മണിയാകുമ്പോൾ പോകും വേണം, എനിക്ക് ഷോപ്പിൽ പോകണം, നനച്ചുള്ളിപ്പണി എടുക്കണം. അങ്ങനെ അപ്പോൾ ആ പരിപാടികളൊന്നും ഇപ്പം നടക്കൂല. പിന്നെ അതാ ഓട്ടടൻ്റെ ചട്ടി കണ്ടില്ലേ, കുറേ ആയിട്ട് പൊട്ടിയിട്ട് സൈഡാക്കി വെച്ചതാട്ടോ. ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് കഴുകി എടുത്തുകയാണ്. ഇപ്പോൾ ഒന്നും കൂടി ചുട്ടെടുക്കാമല്ലോ വെച്ചിട്ട്. പിന്നെ ഞാൻ ഓട്ടടൻ്റെ ചട്ടിയൊക്കെ വാങ്ങിക്കുന്നു, പക്ഷെ അത് ഈ മയക്കി എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. അതാണിപ്പോൾ പഴയ തന്നെ എടുക്കേണ്ടി വന്നത്. അടിയൊക്കെ പൊട്ടി നാശമായിക്കുന്നു. ഓട്ടടൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുന്ന സമയം കൊണ്ട് തന്നെ ചീരയിലേക്കുള്ള ഒന്ന് തേങ്ങ ഒതുക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ചുകൂടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകൊക്കെ ഇട്ടൊന്ന് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് അതൊന്ന് ചതച്ചെടുക്കണം. ഓട്ടടൻ്റെ ചട്ടി അപ്പോഴേക്കും നല്ലോണം ചൂടായിക്കുന്നു. അതിലേക്ക് ഞാൻ മാവ് കോരി ഒഴിക്കുകയാണ്. നല്ല ചൂടായതിന് ശേഷം ഈ മാവ് ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുമല്ല കുറേശ്ശേ ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഈ ഉള്ളു വെന്ത് കിട്ടൂല ആ ഓട്ടടൻ്റെ.
ചീരയൊക്കെ ഏകദേശം വെന്തിക്കണ്. ഇനി അതിലേക്ക് തേങ്ങ ഒതുക്കിയത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയാൽ പിന്നെ ആ ചീരൻ്റെ ഉപ്പേരി അവിടെ റെഡിയായി കിട്ടും. ചീര കഴിച്ചാലുള്ള ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അത്രക്കും പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറി തന്നെയാണല്ലോ ഈ ചീര. ചുവപ്പ് ചീര ആണ് കേട്ടോ പച്ചച്ചീരനേക്കാൾ ഒന്നുകൂടി ബെറ്റർ. നമ്മൾ രാവിലെ പെണ്ണുങ്ങൾ ഈ 4 കൈയായിട്ടല്ലേ അടുക്കളയിൽ പ്രവർത്തിക്കുക. എന്നാലും അവർക്ക് ആണുങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് എന്താ ഇവിടെ പണിയെന്നല്ല ചോദിക്കുക. ഇതൊന്നും ഇവർക്ക് അറിയണ്ടല്ലോ. ഇത്രമാത്രം നമ്മൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും ആർക്കും ഒരു വില ഇല്ലല്ലോ അല്ലേ. അപ്പോൾ സ്ത്രീകൾ എടുക്കുന്ന ജോലിനെ ബഹുമാനിക്കുന്ന ആണുങ്ങളും ഉണ്ട് കേട്ടോ. പറ്റ കുറവൊന്നുമല്ല, എല്ലാവരും ഒന്നല്ല, എന്നാലും ഒരു ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതാ കണ്ട ഓട്ടട റെഡിയായി വന്നത് കണ്ടില്ല. ഈ കുത്തുകുത്ത് വന്നാലാണ് കേട്ടോ ശരിക്കും അത് റെഡിയാവുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ ഒക്കെ ഇട്ടതിനെ കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് വെളിച്ചെണ്ണ, ചുവന്നുള്ളി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇട്ടതിനെ കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഓട്ടട. രാവിലെ കട്ടൻ ചായൻ്റെ കൂടെ ഇത് ചൂടോടുകൂടി കഴിച്ച് നോക്കണ്ടേ, വല്ലാത്തൊരു രുചി തന്നെയാണ് അതിന്. ഒരു സൈഡിൽ ഇതാ ചോറൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് മോനക്ക് മാത്രം എടുത്തിട്ട് കുറച്ച് ഊറ്റിയെടുക്കണം. അല്ലാതെ ഒന്നായിട്ട് വാർത്ത് വരുമ്പോഴത്തേക്കും അവന് പോകാനുള്ള സമയമാവും. അതുകൊണ്ട് കുറച്ച് വേറെ തന്നെ എടുത്ത് ഊറ്റിയെടുക്കുക ചെയ്യുന്നത്. പിന്നെ തലേന്നത്തെ 2 കഷ്ണം മാന്ത ഉണ്ട്. ഇനി കുറച്ച് വലിപ്പമുള്ള മാന്ത, അതൊന്ന് പൊരിക്കണം. മണക്കണ മീനൊന്നും പിന്നെ അവന് കുളയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മാന്താകുമ്പോൾ പിന്നെ വലിയ സ്മെല്ലൊന്നും ഉണ്ടാവില്ലല്ലോ. അതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരം പൊടിച്ചത്, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ എന്നിവ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്കുള്ള മസാല തേച്ച് കൊടുക്കുകയാണ് ഈ മീനിലേക്കുള്ള. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വെളുത്തുള്ളിയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറാവും. പക്ഷെ ഇവിടെ വെളുത്തുള്ളി ചതച്ചതില്ലാത്തതിനോട് ഞാൻ ഇപ്പം ഇങ്ങനെ തന്നെ മതിയെന്ന് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കടുക്, ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് മോരുകറി ഒന്ന് വറവിട്ടെടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ മീനും ഒന്ന് പൊരിച്ചെടുക്കണം. വറവിടാൻ നോക്കിയപ്പോൾ ഉണക്കമുളക് തീരെയില്ലേ. ഇനി ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഉണക്കമുളക് ഇപ്പോൾ തീർന്നത് എനിക്ക് അത്ര ഓർമ്മയില്ലേ. ഞാൻ തലേന്ന് രാത്രി തന്നെ അത് വാങ്ങി വെക്കേനി. ഈ തീ പാളിയതുണ്ടല്ലോ, അത് കറിവേപ്പിലയിൽ കുറച്ച് വെള്ളം ഉണ്ട്. ഇനി അതാണ് കേട്ടോ അങ്ങനെ സംഭവിച്ചത്. പിന്നെ മോരുകറി വറവിട്ട് ഇനി ആ മീനും കൂടി ഒന്ന് പൊരിച്ചെടുത്താൽ മോൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഈ പണിയൊക്കെ ഒതുക്കി വരുമ്പോഴത്തേനൊക്കെ ഇതാ സിങ്കിൽ കുറേ ആൾക്കാർ ഇനിയും കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇതിങ്ങനെ നിറഞ്ഞ് ഒഴുകുന്ന പണി തന്നെയാണ്. അതൊക്കെ ഒന്ന് വേഗം പെട്ടെന്ന് കഴുകാൻ പറ്റിയതൊക്കെ ഒന്ന് ആദ്യം തന്നെ കഴുകി മാറ്റി വെച്ച്, പിന്നെ കുറച്ച് ഹാർഡായിട്ടുള്ളത് ഉണ്ടാവുമല്ലോ, കുറച്ച് കരിയോ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉള്ളത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴുകാമെന്ന് വെച്ചിട്ട് ആദ്യം ഉള്ളതൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. ഇന്നിപ്പോൾ മോനേക്കാൾ നേരത്തെ ഇക്കാക്കാണ് പോകേണ്ടത്. അപ്പോൾ അവനേക്കാൾ ആദ്യം ഞാൻ ഇക്കാക്ക് ചായയൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതിനൊക്കെ മോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വരും ഓന്. അപ്പോൾ പിന്നെ ഓൻ്റെ കൂടെ ഇരുന്നിട്ടായിരിക്കും ഇപ്പോൾ ഞാൻ ഇന്ന് ചായ കുടിക്കുക. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഇതിനൊക്കെ ഓനുള്ള ചോറൊക്കെ റെഡി ആയിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൻ്റെ ടിഫിനിലേക്കുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. കറി ഇതാ ഒരു പാത്രത്തിൽ എടുത്തിക്കണ്, മീൻ പൊരിച്ചത് എടുത്തിക്കണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉപ്പേരിയിലേക്ക് വെക്കാൻ മറന്നുപോയി. ഓനക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉപ്പേരി തന്നെയാണ് ചീര. അതാണ് ഞാൻ ആദ്യം തന്നെ വേഗം ആക്കിയത്. ഓനക്ക് വേഗം പാത്രത്തിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് സംഭവം എനിക്ക് വിട്ടുപോയിക്കുന്നു അതിൽ വെച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ കാണിച്ചതുപോലത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തലേന്ന് രാത്രി തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നമ്മളെ ജോലികളൊക്കെ ഈസി ആവും. കിച്ചൻ്റെ പണിയെടുക്കുക, ക്ലീനിങ്ങിൻ്റെ പണിയെടുക്കുക, എങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് എടുക്കുക. പോണ്ടിയോൾക്ക് പോവാം. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുക. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഇന്നിപ്പോൾ നനച്ചുള്ളിപ്പണി ഒരു ഏരിയ തീർക്കാനുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ കാണിച്ചുള്ള ഡൈനിങ് ടേബിൾ ക്ലീനിങ്ങിൻ്റെ ഒരു പ്രത്യേക വീഡിയോ തന്നെ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.